ഈ കേൾക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന്റെ വാക്കുകളാണ്. ഞങ്ങളുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണ ഒരു മൊമെന്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ്. ഞാനൊരു 45 ദിവസം ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി 2 മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല. അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. എൻ്റെ റൈറ്റേഴ്സ് അവരെ ഒരു 6 മാസമായിട്ട് ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടില്ല. പിന്നെ വളരെ ലേറ്റായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതാണ് ആക്ഷനും നേഹിയും. പിന്നെ അതുപോലെ അബുക്ക, റോണി ചേട്ടൻ, സീനിൽ ഈ പറഞ്ഞ പോലെ മാത്യു, എല്ലാവരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ നമ്മള് മാത്യു തോമസ് 22 എന്നാണ് നേരത്തെ ഇന്നലെ അറിയിച്ചിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാത്യു 2 വാക്ക്. നമസ്കാരം. ഇങ്ങനെ സംസാരിച്ച് ശരിയില്ലാത്ത ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ്. കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നൗഫലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ മടിച്ചു. കാരണം ഇപ്പൊ ഞാനത് നല്ലൊരു രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ കൈവിട്ട് ചിരിക്കുകയല്ലേ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്നെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. കൂടുതലായി ഒന്നും പറയാനില്ല. മാത്യു പറഞ്ഞ മാതിരി തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഈ പടം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ടീമുമായിട്ട് ഒരു നല്ല റാപ്പോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ വൈബ് ഓൺ ആയി. അപ്പോൾ ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ഇൻ ദിസ് ഫിലിം. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് us. താങ്ക് യു. നമ്മുടെ പ്രൊഡ്യൂസർ നിസാർ ബാബു. നമസ്കാരം. ഒരുപാട് നാളത്തെ സൗഹൃദമാണ് നൗഫലുമായിട്ട്. സൗഹൃദത്തിന്റെ ആധാരത്തിന്റെ സിനിമയായിരുന്നു. ഇപ്പൊ ആ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ്. അത് നൗഫലിന്റെ ആദ്യത്തെ സിനിമ. അത് ഞാനും സജിനും ബിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ. അതിൽ വളരെയധികം സന്തോഷം. അതിലൊപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഇന്നും 5ാം വാരവും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലും ഭയങ്കര സന്തോഷം. എനിവേ, നൗഫലിന്റെ ആദ്യ സംവിധാന സംരംഭമാണെങ്കിൽ പോലും നൗഫലിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് കൂടാൻ പറ്റിയതിൽ, ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങൾ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുകയാണ്. വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സച്ചിൻ അലിയെ ക്ഷണിച്ചു. അല്ല, ഈ പരിപാടിയില് കാശ് നമ്മൾ ചെലവാക്കണമെന്നുണ്ടെങ്കിലും നമ്മള് ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ സംവിധായകനിലാണ്. ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അങ്ങോട്ട് തരികയാണ്. സ്ലോ എസ്കേപ്പ് അല്ല, തമാശകൾക്കപ്പുറം. അതെ, യൂണിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ തിരിച്ചു പോകാൻ ഒരു മാർഗമില്ല. 17 കൊല്ലമായിട്ട് നൗഫൽ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ബലവും എല്ലാം.
അപ്പോൾ ഈ സിനിമ നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾ ചെയ്തോളൂ. അത്രേ പറയാനുള്ളൂ. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. താഴെ ഒരു പ്രശ്നം നടക്കുകയാണ്. KL04AM 6691 ആ വണ്ടി എവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവിടെ കുറെ നേരമായി ബ്ലോക്കും പ്രശ്നമായിട്ട് താഴെ കുറെ പ്രശ്നങ്ങളാണ്. ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് താഴെ പോകണം. KL04AM 6691. നീയാണ്. സിനിൽ സൈനുദ്ദീനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിലേക്ക്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫ്ലോർ ഹൗസ്ഫുൾ ആയ പോലെ തന്നെ നമ്മുടെ പടവും ഹൗസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. കാരണം ചരിത്രം അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നന്ദി പറയേണ്ടത് എൻ്റെ സുഹൃത്തായ അഭിലാഷ് ശങ്കറിനോടാണ്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു 10-12 വർഷത്തിന് മേലെയുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ അത് ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഷൈജൻ എന്നൊരു ക്യാരക്ടറുണ്ട്, അത് നീ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ നൗഫൽ ഖാൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ നൗഫൽ ഖാനെ കണ്ടു. സെറ്റ് കണ്ടപ്പോൾ തന്നെ സെറ്റ്. നമുക്ക് ആ ഒരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞു. ഇത്ര നാൾ താടി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, മെറിന്റെ കൂടെ മുമ്പ് അഭിനയിച്ച പടത്തിലും എനിക്ക് താടി ഉണ്ടായിരുന്നില്ല. ഹാപ്പി സർദാർ എന്നുള്ള മൂവിയായിരുന്നു. കൂടോത്രമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇതില് കഥ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിരിച്ചു. എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മുമ്പ് എൻ്റെ ഫാദർ ജനങ്ങളെ ചിരിപ്പിച്ച പോലെ. അത് എന്തായാലും എനിക്ക് ഓർമ്മ വരെയാണ് അതിൻ്റെ സംഭവം. ഇതിനകത്ത് ജ്യോതിഷം സനോട് എഴുതി സാധനം സുനുവിനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചിരിച്ചു. നിങ്ങളും ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോണി. ഈ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയാ, നല്ല കാര്യം പറയാണ്. കെട്ടിയോളാണെന്റെ മാലാക, ഹെലൻ, ആനന്ദം, കണ്ണൂർ സ്കോട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ സിനിമകളാണ്. കെട്ടിയോളാന്റെ മാലാക നിസാം ബഷീർ, ആനന്ദം ഗണേഷ് രാജ്, അതുപോലെ തന്നെ മാത്തുക്കുട്ടി ശേഖർ, ഹെലൻ, കണ്ണൂർ സ്കോട്ട് റോബി. അപ്പോൾ ഇവരൊക്കെ നവാഗതരായിട്ട് വന്ന സിനിമകളൊക്കെ ഞാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫർമേഷൻ തരികയാണ്. അപ്പോൾ എന്നെ നവാഗതരുടെ സിനിമയിൽ വെച്ചാൽ ആ പടം ഹിറ്റ് ആവുന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ യജ്ഞ ചുരുക്കം. പിന്നെ വേറെ കുറച്ച് നവാഗത സിനിമകൾ പോയിട്ടുണ്ട്, എന്നാലും ആവറേജ് വയസ്സ് കൂടുതലാണ്. പിന്നെ മാത്യുവും മീനാക്ഷിയും പറഞ്ഞ പോലെ തന്നെ താങ്ക് യു നൗഷലേക്ക, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. ഈ സിനിമ ഇന്ന് ഇവിടെ ടൈറ്റിൽ ലോഞ്ച് ആരംഭിക്കുമ്പോഴേക്കും 5ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഹലോ മമ്മി, നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായി എത്തിയ ഹലോ മമ്മി 5ാം വാരത്തിലേക്ക് കുറിച്ച് ഇപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്കും പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും. നമ്മുടെ പ്രിയപ്പെട്ട ഷറഫ് 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ വളരെ പ്രിയപ്പെട്ട ആളാണ് നിസാർക്ക് സജിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക, കൊളുത്തൽ ചടങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സിനിമയുടെ കഥ എനിക്കറിയാം. ഞാൻ ഈ അടുത്ത് മാർക്കറെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സത്യം ഉറപ്പായില്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ കഥ അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തീമാണ്. ഇത് ഒരു വൻ വിജയമായി മാറട്ടെ. നൗഫലിൻ്റെ ആശംസ.